ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഗോൾ സെറ്റിങ്ങിനെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് ലൈറ്റായിട്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഗോൾസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷറൈസ്ഡ് ആയി പോകില്ലേ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് എനർജി ഓവർ ടൈം. അതായത് നമ്മളെപ്പോഴും സമയത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലേ. അതിന് പകരം നമ്മുടെ എനർജിക്ക് പ്രയോറിറ്റി കൊടുക്കുക. സോഫ്റ്റ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജീനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സമയം കടന്നു പോകുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്യണം എന്നതിനേക്കാളും നമ്മളുടെ എനർജി, രാവിലെ നമുക്ക് എത്ര എനർജി ഉണ്ട്, ഉച്ചയ്ക്ക് ആ ഒരു എനർജി ഉള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഈ പ്രയോറിറ്റൈസിങ് എനർജി എന്ന് പറയുന്നത്. ചില ദിവസം നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ചില ദിവസം നമ്മൾ ഒത്തിരി സ്ലോ ആയിരിക്കും, ഇമോഷണലി നമ്മൾ ടയേർഡ് ആയിരിക്കും. രണ്ടും നമ്മളെ സംബന്ധിച്ച് നോർമലാണ് അല്ലേ. അപ്പോൾ ടൈം ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ടിവിറ്റി ഫോഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മുടെ എനർജി ലെവൽസ് നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻ്റലി ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ നമ്മുടെ എനർജി ഹൈ ആയിരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ ലോ ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മൾ ബേൺ ഔട്ടായി പോവാതെയും അല്ലാതെ കുറ്റബോധം വരുന്നതും അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളുടെ ഈ നാച്ചുറൽ റിതം നമ്മൾ ഓണർ ചെയ്യുമ്പോൾ, അതായത് അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതുപോലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നമ്മൾ നമ്മുടെ ബോഡീനെ ഫൈറ്റ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ എനർജീൻ്റെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഒത്തിരി ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബട്ട് മീനിങ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. ഒത്തിരി ലേഡീസ് ഇതുപോലെ ന്യൂ ഇയർ തുടങ്ങുമ്പോഴത്തേനും ഒരു ലോങ് ഗോൾ ലിസ്റ്റ് എല്ലാം അച്ചീവ് ചെയ്യണം, പെട്ടെന്ന് കിട്ടുകയും വേണം. അപ്പോൾ അത് കുറച്ച് ഓവർവെൽമിങ് ആയിരിക്കും. അപ്പം ഈ സോഫ്റ്റ് പ്രൊഡക്ടിവിറ്റി ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിലുണ്ടാവും. അങ്ങനെയുള്ള ഗോൾസ് നമ്മൾ ചെയ്യുക. നമ്മുടെ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഗോൾസ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിട്ട് അത് തോന്നും, സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നത്തില്ല. നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയയും ഒറ്റയടിക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് 2-3 ഗോൾസ് സെറ്റ് ചെയ്യുക, അതിൽ നല്ല പോലെ ഫോക്കസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. പ്രോഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും കാമറായിരിക്കണം, നമുക്ക് അച്ചീവബിൾ ആയിരിക്കണം. അപ്പോൾ ഈ ന്യൂ ഇയറിന് അൺനെസസറി പ്രഷറും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ എനർജി ആ ഗോൾസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ സ്ലോ ആൻഡ് ജെൻറ്റിൽ മോർണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. മോർണിംഗ്സ് എപ്പോഴും നമ്മുടെ ഒരു ദിവസത്തെ ഇമോഷണൽ ടോൺ സെറ്റ് ചെയ്യും. അപ്പോൾ പെർഫെക്റ്റ് റുട്ടീൻസ് ഉണ്ടാക്കണമെന്ന് ഒരിക്കലും ഈ സോഫ്റ്റ് പ്രൊഡക്ടിവിറ്റി നമ്മളോട് പറയുന്നില്ല. അല്ലെങ്കിൽ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുക, അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതിന് പകരം ജെൻറ്റിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് സൈലൻ്റ് ആയിട്ടിരിക്കുക, ഒന്ന് പ്രെയർ, അതുപോലെ ജേർണലിങ്, പിന്നെ ഒന്ന് ബ്രീതിങ് ചെയ്യുക. ഇതൊക്കെ ഒരു കാമായിട്ടുള്ളൊരു സ്റ്റാർട്ടിനെ ഹെൽപ്പ് ചെയ്യും. മോർണിംഗ്സ് ഒത്തിരി റഷ്ഡ് ആകുമ്പോഴത്തേനും നമ്മുടെ നെർവസ് സിസ്റ്റം ഒത്തിരി സ്ട്രെസ്ഡ് ആവണു. അതുപോലെ ഒരു സ്ലോ ബിഗിനിങ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ല തോട്ട്ഫുള്ളി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഓവർ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നമ്മൾ പീസ്ഫുൾ കാമർ മോർണിംഗ്സ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഫുള്ളി പ്രൊഡക്റ്റീവായിട്ടുള്ളത് വേണം അങ്ങനെ ചിന്തിക്കാതെ കുറച്ചുകൂടി കാമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ ഒരു ദിവസം ജെൻ്റ്ലി തുടങ്ങുമ്പോഴത്തേനും കാമായിട്ട് തുടങ്ങുമ്പോൾ താനേ പ്രൊഡക്ടിവിറ്റി വന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ പ്രൊഡക്ടിവിറ്റിയുടെ മീനിങ് നമ്മൾ ഒന്ന് റീഡിഫൈൻ ചെയ്യുക. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, കുറേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊഡക്റ്റീവ് തന്നെയാണ്. ഇപ്പോൾ ജോലികൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നതോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് സെൽഫ് കെയർ ചെയ്യുന്നതോ എല്ലാം പ്രൊഡക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലാണ് ഞാൻ അടിപൊളി അല്ലെങ്കിൽ കൊള്ളൂല ഇങ്ങനെ ചിന്തിക്കാതെ നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അങ്ങനെ ഒരു റീഡിഫൈൻ ചെയ്യുക. അതുപോലെ നമ്മുടെ
ഡേയ്സ് ഉണ്ടല്ലോ, ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് കുറച്ച് എന്താ പറയുക, ഇൻറ്റൻഷനലായിട്ട് നമ്മൾ ഗ്യാപ്സ് വെക്കുക. ഒരു എക്സ്പെക്റ്റേഷനോ ടാസ്കുകളോ ഒന്നുമില്ലാത്ത കുറച്ച് ഗ്യാപ്സ് വെക്കുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വെക്കുമ്പോൾ തന്നെ, ബിക്കോസ് ലൈഫ് ഇസ് അൺപ്രഡിക്റ്റബിൾ, പല പല കാര്യങ്ങൾ വരുമല്ലേ. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കൊടുക്കാതെ നമ്മൾ ഓവർലോഡ് ചെയ്താൽ നമുക്ക് ഒത്തിരി സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഇമോഷണലി നമ്മൾ തളർന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഈ വൈറ്റ് സ്പേസ് കൊടുത്താൽ നമുക്ക് റെസ്റ്റും ക്രിയേറ്റിവിറ്റി അതുപോലെ മെൻ്റൽ ക്ലാരിറ്റി എല്ലാം വരും. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് വന്നാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാ അവറും ഫില്ല് ചെയ്യുന്ന രീതിയിൽ ചെയ്യാതെ കുറച്ച് ലെസ്സായിട്ട് പ്ലാൻ ചെയ്യുക, കൂടുതൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെയുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ് മൾട്ടി ടാസ്കിങ്. അത് ഇടയ്ക്കെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് സിംഗിൾ ടാസ്കിങ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി എനർജി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യം അച്ചീവ് ചെയ്യുന്ന പോലെ വരുമെങ്കിലും മെൻ്റൽ എനർജി ഒത്തിരി പോകും. അപ്പോൾ ഈ സോഫ്റ്റ് പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ ഒരു ടാസ്ക് അറ്റ് എ ടൈം ചെയ്യുന്നതാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. ആ ഒരു സാധനം കംപ്ലീറ്റ്ലി നന്നായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തേക്ക് പോവുക. ഇപ്പോൾ ജോലിയാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും റെസ്റ്റിംഗ് ആണെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, സാറ്റിസ്ഫൈഡ് ആവുക. നമ്മുടെ മൈൻഡ് പല പല കാര്യങ്ങളിൽ സ്കാറ്റേർഡ് ആകുമ്പോഴത്തേനും സ്കാറ്റേർഡ് അല്ലാതെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് കുറേയും കൂടി കാമർ, ഇമോഷണലി നമുക്ക് ലെസ് സ്ട്രെസ്ഡ് ആവും. അതുപോലെ മിസ്റ്റേക്സ് കുറയാനും ആങ്സൈറ്റി കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യുക, നമ്മുടെ മനസ്സിൻ്റെ ആ കുറേ അധികം ആക്ഷൻസ് വരുന്ന കാര്യം സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് കാമായിട്ടിരിക്കുക. അതുപോലെ റെസ്റ്റിനെ നമ്മളൊരു ഡെയിലി ഗോളായിട്ട് സെറ്റ് ചെയ്യാം. റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ജോലികൾ തീർക്കുന്നതിനുള്ള ഒരു റിവാർഡ് പോലെ കണക്കാക്കരുത്, പക്ഷെ അതൊരു ടാസ്ക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. പ്രോപ്പർ റെസ്റ്റ്, മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴും നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്, അയ്യോ ഞാൻ കുറേ നേരം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നു. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റൻഷനലി നമ്മൾ റെസ്റ്റ് ചെയ്യുക, അത് നമ്മുടെ എനർജി റീസ്റ്റോർ ചെയ്യും, ഇമോഷണൽ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും, പുറത്തുനിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രഷർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് അത്രയും കിട്ടിയല്ലോ, ഞാൻ എന്താ അത്രയും ആവാത്തത് എന്നുള്ളൊരു സംഗതി. അപ്പോൾ എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസും പിന്നെ അതുപോലെ അവരുടെ എനർജിയും എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ, സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കാതെ നമ്മുടെ ഉള്ളിലോട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മുടെ പ്രോഗ്രസ്, ലൈറ്റായിട്ട് പോകുന്ന നമ്മുടെ പ്രോഗ്രസ്സിൽ എൻജോയ് ചെയ്യുക. നമ്മുടെ ഗ്രോത്ത് എപ്പോഴും പേഴ്സണലായിരിക്കണം, അല്ലാതെ ഇങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ബാക്കിയുള്ളൊരു കാര്യം വെച്ചിട്ടാവരുത് നമ്മളുടെ സക്സസ് മെഷർ ചെയ്യേണ്ടത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക, നമ്മൾ അലൈൻഡ് ആയിട്ടിരിക്കണം, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അതുപോലെ ജെൻറ്റിൽ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ്സ് യൂസ് ചെയ്യുക. ഈ റിജിഡ് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ എഴുതാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ റെസ്റ്റ് ഉണ്ടാവണം, ബ്രേക്ക് ഉണ്ടാവണം, സെൽഫ് കെയർ ഉണ്ടാവണം. അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളധികം പ്രൊഡക്റ്റീവ് ആയൊരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലിസ്റ്റ് ജെൻറ്റിലാക്കുക, നമ്മുടെ കൺസിസ്റ്റൻസിനെയും കോൺഫിഡൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലല്ല. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് നല്ല കൈൻഡായിട്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ മോട്ടിവേഷൻ നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോഴത്തേനും നമ്മൾ ഒരുപാടങ്ങ് റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജിയും പ്രൊഡക്ടിവിറ്റിയും താഴോട്ട് പോകും. എപ്പോഴും കാമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആളുകൾ അല്ലെങ്കിൽ ഒരു ടാസ്ക്, സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേനും. അപ്പോൾ ഈ ഒരു ഒന്ന് പോസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് നല്ലതാണ്. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നമുക്കൊന്ന് ആലോചിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടും. നമ്മുടെ എനർജി പോവാതെ, അതുപോലെ ആവശ്യമില്ലാത്ത വഴക്കുകളിലോട്ട് പോവാതെ നമുക്ക് നമ്മളെ ഇമോഷണലി റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും കാമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അത് നമ്മളെ ഗ്രൗണ്ടഡ് ആക്കി നിർത്തും, അതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് നിർത്തുകയും ചെയ്യും. പിന്നെ നമ്മളുടെ
നമ്മൾ പോകുന്ന ആ ഒരു പ്രോഗ്രസ് ഇല്ലേ, അത് ട്രാക്ക് ചെയ്യുക. അത് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. ലൈക്ക് ഡെയിലി നമ്മൾ ഇത്ര ഇമ്പ്രൂവ്മെൻറ്റ് വന്നില്ലെങ്കിൽ ടെൻഷൻ ആവുക, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഡെയിലി നോക്കാതെ നമുക്ക് വീക്ക്ലി മന്ത്ലി ഒക്കെ നോക്കാം. അതുപോലെ ഇമോഷണൽ ചേഞ്ചസ് നോക്കുക, നമ്മുടെ കാംനെസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നോക്കുക, ചെറിയ ചെറിയ ഹാബിറ്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത് നോക്കുക. അപ്പോൾ അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, റിസൾട്ട്സ് ഓറിയൻറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസും പോവും, മോട്ടിവേഷനും പോവും. അപ്പോൾ സൈലൻറ്റ് ഗ്രോത്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് ഡ്രമാറ്റിക് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ഇത് നോക്കുക. അതുപോലെ നമ്മുടെ കോർ ഗോളായിട്ട് സമാധാനം ആവണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കുക. അപ്പം നമ്മുടെ സമാധാനം നമ്മുടെ പ്രയോറിറ്റി ആകുമ്പോൾ നമുക്ക് ഡിസിഷൻസ് സിമ്പിളാക്കാൻ പറ്റും. ഓവർ കമ്മിറ്റിങ് ചെയ്യുന്നത് നിർത്തുക, നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടൂളാണ്, അല്ലാതെ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളതല്ല. അപ്പോൾ സമാധാനം ആവണം നമ്മുടെ ഗോൾസിനെയും റുട്ടീൻസിനെയും ബൗണ്ടറീസിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ സമാധാനം ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവും, പ്രൊഡക്ടിവിറ്റി താനേ വരും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് പ്രൊഡക്ടിവിറ്റി ഗോൾസാണ് ചർച്ച ചെയ്തത്. നമ്മൾ ന്യൂ ഇയർ ആകുമ്പോഴത്തേനും ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിലും ഗോൾ ലിസ്റ്റിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ചേഞ്ച് ചെയ്യാൻ തന്നെ, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തന്നെ ഒരുപാട് ആക്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു ഡിഫറെൻറ്റ് ഹാബിറ്റ്സ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാനുവരി 1st or 2nd വീക്കോ ചെയ്യും. 3rd, 4th ഫെബ്രുവരി, ഏർലി ഫെബ്രുവരി ആകുമ്പോഴത്തേനും നമ്മൾ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ചെറിയ ചെറിയ ചേഞ്ചസ്, ഇപ്പോൾ വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക. വെള്ളം കുടിക്കുന്നത് കൂട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏർലി ഡിന്നർ ആക്കുക, ഷുഗർ കൺട്രോൾ ചെയ്യുക, പോർഷൻ കൺട്രോൾ ചെയ്യുക, ചെറിയ വർക്കൗട്ട്സ് ആഡ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്ന് ആ ഓരോ ചേഞ്ചും കൺസിസ്റ്റൻ്റായി ഓരോ വീക്കും കൊണ്ടുപോകുമ്പോഴാണ് റിയൽ സക്സസ് ഉണ്ടാവുന്നത്. ഇത് എല്ലാ ഏരിയയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് ഗോൾ സെറ്റിംഗ് ഒക്കെ നടക്കട്ടെ. കഴിയുന്നതും സോഫ്റ്റ് പ്രൊഡക്ടിവിറ്റി ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല, നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.